ഓം ശാന്തി. ഞാൻ സർവരിലുമധികം സൗഭാഗ്യശാലി ആത്മാവാണ്. എൻ്റെ എത്ര വലിയ ഭാഗ്യമാണ് സ്വയം ഭാഗ്യവിധാത ശിവബാബ വരദാനങ്ങളാൽ എൻ്റെ സഞ്ചി നിറക്കാനും എനിക്ക് രാജയോഗം പഠിപ്പിക്കാനും സമീപത്ത് വന്നിരിക്കുകയാണ്. ഈ ഭാഗ്യം വിശ്വത്തിൽ എത്ര കുറച്ച് ആത്മാക്കൾക്ക് മാത്രമാണുള്ളത്. ഞാൻ കോടികളിലും ചിലരിലും ചിലരായ ഭാഗ്യശാലി ആത്മാവാണ്. ഞാൻ സത്യമായ മുഖവംശാവലി ബ്രാഹ്മണനാണ്. മുഴുവൻ വിശ്വത്തിലും സൗഭാഗ്യശാലി ആത്മാവാണ്. ലോകത്തിലുള്ളവർ ആത്മാക്കളുടെ വർണ്ണന ചെയ്യുന്നു. കോടികളിലും കോടികളായ ആത്മാക്കളെന്ന്. അത് ഞാൻ തന്നെയാണ്. എൻ്റെ മനസ്സ് സന്തോഷത്തിൽ പാടി നൃത്തം ചെയ്യുന്നു. ഞാൻ വളരെ ലക്കിയാണ്, ലവ്ലിയുമാണ്. ഞാൻ സാധാരണ ആത്മാവല്ല, വളരെ ശ്രേഷ്ഠാത്മാവാണ്. മഹാൻ ഭാഗ്യവാനായ ആത്മാവാണ്. സർവരിലുമധികം സൗഭാഗ്യശാലി ആത്മാവാണ്. സ്വയം സൃഷ്ടിരചയിത ഭഗവാൻ എന്റേതായിരിക്കുന്നു. ഞാൻ വിത്തിനെ തന്റേതാക്കിയിരിക്കുന്നു. അപ്പോൾ വൃക്ഷം എന്റേത് തന്നെയായിരിക്കും. ഞാൻ ഒരിക്കലും തനിച്ചല്ല. ഞാൻ സദാ ബാബയുടെ കൂടെ കമ്പൈൻഡ് ആണ്. ഞാനും എൻ്റെ ബാബയും ഈ സ്മൃതിയിൽ ബാബയോട് സദാ കമ്പൈൻഡായി ഞാൻ എൻ്റെ ഭാഗ്യത്തിൽ ലയിച്ചിരിക്കുന്നു. സംഗമയുഗത്തിൽ എനിക്ക് ജ്ഞാനത്തിന്റെ 3-ാം നേത്രം ലഭിച്ചു. ഞാൻ സൗഭാഗ്യശാലി സർവോത്തമ ബ്രാഹ്മണ കുലഭൂഷണനാണ്. ബാബ എനിക്ക് ജ്ഞാനത്തിന്റെ 3-ാം നേത്രം നൽകി. ജ്ഞാനയോഗത്തിലൂടെ മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കളെയും ശരീരത്തെയും ബാബ അലക്കുകയാണ്. ബാബ എന്നെ ബ്രാഹ്മണനാക്കി സ്വർഗത്തിന്റെ സമ്പത്ത് നൽകുന്നു. ഞാൻ ബാബയുടെ മഹിമ പാടുന്നു. ശിവ ഭോല ഭഗവാൻ മുഴുവൻ രാജധാനിയും ഇവിടെ ഇപ്പോൾ സ്ഥാപിക്കപ്പെടുകയാണ്. ബാബ മനസ്സിലാക്കി തരുന്നു. ഞാൻ 100% ദൗർഭാഗ്യശാലിയിൽ നിന്നും 100% സൗഭാഗ്യശാലിയാവുകയാണ്. ബാബ മുഴുവൻ സൃഷ്ടിയുടെയും വാർത്ത മനസ്സിലാക്കി തരുന്നു. ഞാൻ കല്ലുബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധിയായി മാറുന്നു. ഞാൻ ശാന്തിധാമത്തിൽ പോയി വീണ്ടും തിരിച്ചു വരും. വന്ന് രാജ്യം ഭരിക്കും. ഭാരതം അവിനാശി ഖണ്ഡമാണ്. ബാബയുടെ ജന്മസ്ഥലമായ ഭാരതം ഒരിക്കലും നശിക്കില്ല.
84 ജന്മങ്ങൾ എടുത്തെടുത്ത് ഞാൻ പതിതമായി മാറുന്നു. യോഗിയിൽ നിന്നും ഭോഗിയാകുന്നു. ബാബ കൽപ്പകൽപ്പം വന്ന് ബ്രഹ്മാവിൽ പ്രവേശിച്ച് എന്നെ മുഖവംശാവലി ബ്രാഹ്മണനാക്കുന്നു. സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യിക്കുന്നു. ബാബ കുട്ടികൾക്ക് ഉള്ളം കൈയിൽ സ്വർഗത്തിന്റെ സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ ജ്ഞാനത്തിലൂടെയും യോഗത്തിലൂടെയും ആത്മാവിനെ സ്വച്ഛമാക്കുന്നു. ഞാൻ സർവോത്തമ ബ്രാഹ്മണനാണെന്ന ലഹരിയിൽ കഴിയുന്നു. എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകി പതിതത്തിൽ നിന്നും പാവനമാക്കുന്നു. രാവണ ശത്രുവിൽ നിന്നും മുക്തമാക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. വിസ്താരത്തിന്റെ നിറപ്പകിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി പ്രയാസത്തെ സഹജമാക്കുന്ന സഹജയോഗിയാകുന്നു. ബീജരൂപമായ ബാബയുടെ ഓർമ്മയിൽ ബിന്ദുവിട്ട് സംഭവങ്ങളുടെ വിസ്താരത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. അപ്പോൾ സഹജയോഗിയാകും. ഞാൻ എന്റേത് എന്ന കലർപ്പിനെ സമാപ്തമാക്കുക തന്നെയാണ് യഥാർത്ഥമായ സ്വർണമാകുന്നത്. ബാബ അവ്യക്ത സൂചന നൽകുന്നു. ഓരോ ബ്രാഹ്മണ ആത്മാവിന്റെയും സഹയോഗത്തിലൂടെ, ശുഭഭാവനകളിലൂടെ, ശുഭകാമനകളിലൂടെ സേവനങ്ങളുടെ ധ്വനി മുഴക്കും. മനസ്സിലൂടെ സുഖത്തിന്റെ വൃത്തി, സുഖമയ സ്ഥിതിയിലൂടെ സുഖമയമായ ലോകം സ്ഥാപിക്കൂ. സേവനത്തിൽ തീർച്ചയായും സഹയോഗിയാകൂ. ഓം ശാന്തി.